നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. ആ സന്ദേശം ലഭിച്ചായിരുന്നോ? LICയിൽ നിന്നൊരു സന്ദേശം ലഭിക്കും. മാർച്ച് 31 വരെ മെച്യൂർ ആവുന്ന ഏതെങ്കിലും LIC പോളിസി ഉള്ള പക്ഷം ആ സന്ദേശം ലഭിക്കും. മാർച്ച് 31 വരെ വട്ടമെത്തുന്ന അല്ലെങ്കിൽ കാലാവധി എത്തുന്ന അല്ലെങ്കിൽ മെച്യൂർ ആവുന്ന പോളിസിയുടെ ഉടമകൾക്കാണ് ആ സന്ദേശം ഇപ്പോൾ ദ്രുതഗതിയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാർച്ച് 31 വരെയുള്ള എല്ലാ പോളിസി മെച്യൂരിറ്റി എമൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ് വളരെ ദ്രുതഗതിയിൽ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതിന് വേണ്ടി, കൃത്യസമയത്തും അതിവേഗത്തിലും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യമാണ് LIC ഓഫീസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പോളിസി ഉടമകൾക്ക് ഈ സന്ദേശം വ്യാപകമായി ഇപ്പോൾ അയക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അത് SMS ആയിട്ടോ വാട്സപ്പ് ആയിട്ടോ ഇമെയിലായിട്ടോ ആണ് ലഭിക്കുക. ആ സന്ദേശത്തിൻ്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് താങ്കളുടെ ഇന്ന പോളിസി ഇത്രാം തീയതി, മാർച്ച് 31 വരെയുള്ള ഏതെങ്കിലും ഒരു തീയതി ആയിരിക്കും ആ പറയുന്നത്, ആ തീയതിയിൽ മെച്യൂർ ആവുകയാണ്. അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട്, അർഹമായ മെച്യൂരിറ്റി എമൗണ്ട് ഞങ്ങളുടെ ഓഫീസ് രേഖ പ്രകാരം ലഭ്യമായിട്ടുള്ള താങ്കളുടെ ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എന്നായിരിക്കും അതിൽ അറിയിക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ആ പോളിസി ഉടമയ്ക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ 4 അക്കങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ IFS, ബാങ്കിൻ്റെ IFS കോഡും കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൃത്യമായി നമ്മുടെ ഇപ്പോൾ സജീവമായ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്, അതിലേക്ക് പോയാൽ മതിയോ എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്താം. വിലയിരുത്തിയതിന് ശേഷം തിരുത്തുണ്ടെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. LICയുടെ പ്രതിനിധിയായ ഒരു സുഹൃത്ത് LIC ഏജൻറ്റിനെ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ LIC ഓഫീസിൽ രേഖകൾ സമക്ഷം പോയി തിരുത്താം. അതല്ലെങ്കിൽ പോർട്ടൽ വഴി നമുക്ക് തന്നെ തിരുത്താം. അതല്ലെങ്കിൽ ഒരു ഇമെയിൽ ബന്ധപ്പെട്ട LIC ബ്രാഞ്ച് ഓഫീസിലേക്ക് ആവശ്യമായ രേഖകൾ സഹിതം അയച്ചാലും അത് തിരുത്താവുന്നതാണ്. ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് കൂടെ പറയാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു രേഖ, അതായത് ഒന്നുകിൽ അത് ഒരു ക്യാൻസൽഡ് ചെക്കാകാം, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ മുൻ പേജാകാം, അതിൽ IFS കോഡൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അതാകാം. അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി വരുന്ന, നമ്മുടെ പേര് കൂടെ രേഖപ്പെടുത്തിയ IFS കോഡൊക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പേജായാലും മതി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പേജ്. ഈ 3 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അക്കൗണ്ട് തെളിയിക്കുന്നതിനുള്ള രേഖയായി. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് പോർട്ടൽ വഴി ചെയ്യാം, അതല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഇമെയിലിലോട്ട് ഒഫീഷ്യൽ ഇമെയിലിലോട്ട് അയച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഏജൻറ്റ് സുഹൃത്ത് മുഖാന്തരവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി LICയുടെ ഒരു സന്ദേശം കാത്തിരിക്കാം. അത് പ്രത്യേകിച്ച് മാർച്ച് 31 വരെ മെച്യൂറാവുന്ന പോളിസികളുള്ള പോളിസി ഉടമകൾക്ക് ഈ സന്ദേശം ഇപ്പോൾ വ്യാപകമായി LICയിൽ നിന്ന് അയക്കുന്നുണ്ട്. മറ്റൊരു സന്ദേശത്തെക്കുറിച്ചുള്ള, അതൊരിക്കലും തുറക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയുണ്ട്. അതായത് LICയുടെ പേരിൽ ഒരു വ്യാജ സന്ദേശം LIC ഓഫ് ഇന്ത്യ HV18.APK എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ സഹിതം വരുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, LIC ഓഫ് ഇന്ത്യ HV18.APK എന്ന് പറയുന്ന ഒരു മലീഷ്യസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഏത് ഇലക്ട്രോണിക് ഉപകരണത്തിലാണോ തുറക്കുന്ന ആ ഉപകരണത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫയൽ ഉള്ളടക്കം ചെയ്ത ഒരു സന്ദേശം വരുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും തുറക്കരുത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നുകൂടെ അറിയിക്കുകയാണ്. ആ ഫയലിൻ്റെ പേര് ഒരിക്കൽ കൂടെ പറയാം, ഒരിക്കലും തുറക്കരുത്. അത് ഒരു വ്യാജ സന്ദേശമാണ്. LIC ഓഫ് ഇന്ത്യ HV18.APK എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സന്ദേശമായിരിക്കും. അത് തുറക്കരുത്. നേരെ മറിച്ച് LICയിൽ നിന്ന് മാർച്ച് 31 വരെ മെച്ചറാവുന്ന എല്ലാ പോളിസികളുടെ ഉടമകൾക്ക് വ്യാപകമായ സന്ദേശം വരുന്നുണ്ട്. അത് ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി LIC ഓഫീസുകളിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. നന്ദി.